ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 9 കിലോമീറ്ററും പുക്കാട്ടുപടി കാക്കനാട് ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന മനോഹരമായ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള വടക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടുവിരിച്ച റോഡാണ് വീടിൻ്റെ മുന്നിലായി കാണാൻ കഴിയുക. മനോഹരമായ ചുറ്റുമതിലെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് കൂടാതെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ മറ്റൊരു ഫോൾഡിംഗ് ഗേറ്റും വീടിന് ലഭ്യമാണ്. മനോഹരമായി തന്നെയാണ് അതിൻ്റെ നിർമ്മാണം. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഗേറ്റ് തുറന്ന് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് കവേഡോട് കൂടി വരുന്ന ഒരു കാർ പോർച്ചിലേക്കാണ്. ഇവിടെ പില്ലറിലെല്ലാം ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കിണർ വരുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. 100% വാസ്തുശാസ്ത്രപ്രകാരം പണിതിട്ടുള്ള വീടാണ്. വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കും വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഗ്രാനൈറ്റും ടൈലുമാണ് അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോറിൻ്റെ ഡയറക്ഷൻ വടക്ക് ഭാഗത്തേക്കാണ്. മരങ്ങൾക്കായി ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡോർ തുറന്ന് കയറി വരുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകളും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5 അടി വലിപ്പം വരുന്ന ടൈലുകൾ തന്നെയാണ്. വിൻഡോയിലെല്ലാം കർട്ടനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ്സ് കർട്ടനാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ ലൂവറെല്ലാം കൊടുത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് കാണാം. മനോഹരമാക്കി തന്നെയാണ് അതിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അവിടെയും മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള പാർട്ടീഷനെല്ലാം കൊടുത്തിട്ടുണ്ട്. 10ഓളം ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഡാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ള ഒരു വിൻഡോ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഡൈനിങ് ഹാളും നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള വാഷ് കൗണ്ടർ കാണാം. ഈ ഒരു ഭാഗത്താണ് വാഷ് കൗണ്ടർ വരുന്നത്. ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ തന്നെയാണ്. സെറ ബ്രാൻഡിൻ്റെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ചെയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ അകത്തേക്ക് ചെല്ലാം. കിച്ചൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. 2 വിൻഡോ കിച്ചണിൽ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു മോഡേൺ സ്റ്റൈലിലുള്ള സിങ്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് നിർമ്മാണം. 100% സേഫോട് കൂടി തന്നെയാണ് എല്ലാ ഏരിയയും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായൊരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെയും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറ ബ്രാൻഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ടഫൻ ഗ്ലാസും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെയർ കേസ് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ്. ഇവിടെ ഒരു ഷാൻഡിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. L ഷേപ്പിൽ വരുന്നൊരു ഹോള് തന്നെ ഇവിടെ കാണാം. അവിടെയായി 4 ലെയർ പറകുളയെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുക. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതിനും ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്.
3 ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആയിട്ട് ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ 2 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഭാഗത്താണ് 3ാമത്തെ ബെഡ്റൂം വരിക. ഇതും ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കോർണറിൽ മാറി നിൽക്കുന്ന രീതിയിലാണ് കബോർഡ് വർക്കെല്ലാം. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നേ വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 1500 സ്ക്വയർ ഫീറ്റിൽ 3 സെന്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 77 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.